ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. കേരളം തദ്ദേശ തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായ മണ്ഡലങ്ങളിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിലേക്ക് കടന്നിരിക്കുകയാണ് വിവിധ മുന്നണികൾ. ഈ മാസം 21 വരെയുള്ള പത്രികാ സമർപ്പണത്തിന് ശേഷം സൂക്ഷ്മ പരിശോധന 22 നടക്കും. നവംബർ 24 വരെ പത്രിക പിൻവലിക്കാം. 23,576 വാർഡുകളിലേക്ക് അടുത്ത മാസം 9-നും 11-നും 2 ഘട്ടങ്ങളായാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 13-ന് നടക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രിക LDF ഇന്ന് പുറത്തിറക്കി. സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം 50% പത്രികയിൽ വാഗ്ദാനമുണ്ട്. കേരളത്തെ സമ്പൂർണ്ണ പോഷകാഹാര സംസ്ഥാനമാക്കുമെന്നും കേവല ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിനു വേണ്ടി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന കണ്ടന്റുകളുടെ നിരീക്ഷണം ഊർജിതമാക്കാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഓഡിയോ, വീഡിയോ, ഡിസ്പ്ലേ, AI ജനറേറ്റഡ് കണ്ടന്റുകൾ കർശനമായി പരിശോധിക്കും. വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ അടക്കം നിരീക്ഷണത്തിന് വിധേയമാക്കും. വ്യാജമായതോ ദോഷകരമായതോ അപകീർത്തികരമായതോ ആയ ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ നടപടി സ്വീകരിക്കും. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനത്തിനായി സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ പുറപ്പെടുവിച്ച അന്തിമ വിജ്ഞാപനങ്ങൾക്കെതിരായ അപ്പീലുകൾ കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് തള്ളി. കഴിഞ്ഞ മാസം സിംഗിൾ ബെഞ്ച് പുറപ്പെടുവിച്ച ഉത്തരവിനെതിരെ നൽകിയ അപ്പീലുകൾ തള്ളിയ കോടതി സിംഗിൾ ബെഞ്ച് വിധി ശരിവെക്കുകയും ചെയ്തു. തിരുവനന്തപുരം കോർപ്പറേഷൻ മുട്ടട വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിനെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിൽ വീണ്ടും ഹിയറിംഗ് നടത്തണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിച്ച് ഹൈക്കോടതി. വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെ വൈഷ്ണ നൽകിയ ഹർജിയിലാണ് നടപടി. ഈ മാസം 19-ന് മുമ്പ് ഹിയറിംഗ് നടത്തി തീരുമാനമെടുക്കണമെന്നും കോടതി ഉത്തരവിട്ടു. കണ്ണൂർ പയ്യന്നൂർ നിയമസഭാ മണ്ഡലത്തിലെ ബൂത്ത് ലെവൽ ഓഫീസർ അനീഷ് ജോർജിന്റെ നിര്യാണത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ ദുഃഖം രേഖപ്പെടുത്തി. മൊത്തം തെരഞ്ഞെടുപ്പ് സംവിധാനവും ഏകീകരണത്തോടെ പ്രവർത്തിക്കുന്ന ഈ ഘട്ടത്തിൽ ഒരു ഉദ്യോഗസ്ഥനും പ്രയാസം നേരിടേണ്ടി വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. BLO അനീഷ് ജോർജിന്റെ സംസ്കാരം കണ്ണൂർ പള്ളിമുക്ക് ലൂർദുമാതാ പള്ളിയിൽ നടന്നു. അതേസമയം സംഭവത്തിൽ ചീഫ് ഇലക്ടറൽ ഓഫീസിലേക്ക് വിവിധ സർവീസ് സംഘടനകൾ ഇന്ന് പ്രതിഷേധ മാർച്ച് നടത്തി. വൻ ഭക്തജന തിരക്കിൽ ശബരിമല സന്നിധാനം. മണ്ഡലകാല തീർത്ഥാടനത്തിന്റെ ആദ്യ ദിനമായ ഇന്ന് വൈകിട്ട് 5 വരെയുള്ള കണക്കനുസരിച്ച് ദർശനം നടത്തിയത് 79,036 പേർ. 65,500 പേർ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത് ദർശനത്തിനെത്തിയപ്പോൾ കാനനപാത വഴി 750 പേരും സ്പോട്ട് ബുക്കിംഗ് വഴി 12,786 പേരും ദർശനം നടത്തി. ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ശാസ്ത്രീയ പരിശോധനയും സന്നിധാനത്ത് ഇന്ന് നടന്നു. ഉച്ചയ്ക്ക് 1 മണിക്ക് നട അടച്ചപ്പോൾ തുടങ്ങിയ സാമ്പിൾ ശേഖരണം വൈകിട്ട് 3-ഓടെ അവസാനിച്ചു. അറ്റകുറ്റപ്പണികൾക്കെന്ന പേരിൽ ശബരിമലയിൽ നിന്നും കട്ടിളപ്പാളി, ദ്വാരപാലക ശില്പപാളികൾ എന്നിവ കൊണ്ടുപോയി തിരികെ എത്തിച്ചപ്പോൾ ഇവയിൽ കൃത്രിമം നടന്നിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള വിദഗ്ധമായ ശാസ്ത്രീയ പരിശോധനയാണ് സന്നിധാനത്ത് നടന്നത്. ന്യൂനമർദ്ദ പാത്തിയുടെ സ്വാധീനത്താൽ സംസ്ഥാന വ്യാപകമായി ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിലും മലപ്പുറത്തും കോഴിക്കോടും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. 6 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ബീഹാറിൽ സർക്കാർ രൂപീകരണത്തിനുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. സത്യപ്രതിജ്ഞാ ചടങ്ങ് ഈ മാസം 20-ന് നടക്കും. പട്നയിലെ ഗാന്ധി മൈതാനിൽ സത്യപ്രതിജ്ഞയ്ക്കുള്ള മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. BJP നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കാനായി MLA-മാരുടെ യോഗം നാളെ ചേരും. JDU-വിന്റെ ഇന്ന് ചേരാനിരുന്ന ലെജിസ്ലേറ്റീവ് പാർട്ടി യോഗം മറ്റന്നാളത്തേക്ക് മാറ്റി. ഇതിന്റെ അടിസ്ഥാനത്തിൽ നാളെ നടക്കാനിരുന്ന NDA നിയമസഭാ കക്ഷി യോഗവും മറ്റൊരു തീയതിയിലേക്ക് മാറാനാണ് സാധ്യത. ഇന്ന് ചേർന്ന RJD ലെജിസ്ലേറ്റീവ് പാർട്ടി യോഗം തേജസ്വി യാദവിനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തു. ബംഗ്ലാദേശിലെ സർക്കാർ വിരുദ്ധ വിദ്യാർത്ഥി പ്രക്ഷോഭം അടിച്ചമർത്തിയതുമായി ബന്ധപ്പെട്ട കേസിൽ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ച് ധാക്കയിലെ അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രൈബ്യൂണൽ. മാനവികതയ്ക്കെതിരായ കുറ്റകൃത്യമെന്ന് വ്യക്തമാക്കിയാണ് മാസങ്ങൾ നീണ്ട വിചാരണയ്ക്കൊടുവിൽ ട്രൈബ്യൂണൽ ശിക്ഷ വിധിച്ചത്. കൂട്ടക്കൊല, വധശ്രമം, മനുഷ്യാവകാശ ലംഘനം തുടങ്ങിയ കുറ്റകൃത്യങ്ങളാണ് ഹസീനയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ശിക്ഷാവിധിക്ക് പിന്നാലെ ബംഗ്ലാദേശിൽ സുരക്ഷ ശക്തമാക്കി. ബംഗ്ലാദേശ് മുൻ ആഭ്യന്തരമന്ത്രി അസദുസ്മാൻ ഖാൻ കമാലിനും കോടതി വധശിക്ഷ വിധിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.